അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുൽഖർനൈനിയെ കുറിച്ച് അന്വേഷിച്ചവർക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. തുടർന്ന് ദുൽഖർനൈനിക്ക് അള്ളാഹു അധികാരവും സൗകര്യവും നൽകിയതും അദ്ദേഹം പടിഞ്ഞാറോട്ട് പടയോട്ടം നയിച്ചതും പറഞ്ഞുകൊണ്ടാണ് ദുൽഖർനൈനിയെ കുറിച്ചുള്ള വിവരണം തുടങ്ങുന്നത്. ഇന്ന മക്കന്ന ലഹു ഫിൽ അർളി, അദ്ദേഹത്തിന് നാം ഭൂമിയിൽ സൗകര്യമൊരുക്കി കൊടുത്തു. മക്കന്ന എന്നാൽ നാം താമസിക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തു, സ്ഥലമൊരുക്കി കൊടുത്തു എന്നും പറയാം. ഇവിടെ വിശാലമായ അർത്ഥത്തിലുള്ള സൗകര്യമാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ഭൂമിയിൽ വിശാലമായ രാജാധികാരവും സ്വാധീനവും ശക്തിയും തുടങ്ങി വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. അദ്ദേഹം വലിയ വലിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും വിധം സൗകര്യം നൽകപ്പെട്ട നീതിമാനായ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹത്തിന് നൽകപ്പെട്ട കാര്യങ്ങളിൽ സൈനിക ശക്തിയും അധികാരം കൈയാളാനുള്ള അറിവും പദവിയും ഭൗതികവും ആത്മീയവുമായ ഉപാധികളും എല്ലാം ഉണ്ടായിരുന്നു. വഅതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ, നാം അദ്ദേഹത്തിന് എല്ലാ ഉപാധികളും എല്ലാ മാർഗങ്ങളും നൽകുകയും ചെയ്തു. വഅതൈനാഹു, നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു, മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളിൽ നിന്നുമുള്ള, സബബൻ കാരണം, ഉപാധി, മാർഗം, അതായത് അദ്ദേഹത്തിന് താൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികൾ നടപ്പിലാക്കുവാനും സാക്ഷാത്കരിക്കുവാനുമുള്ള എല്ലാ ഉപാധികളും എല്ലാ റിസോഴ്സുകളും അള്ളാഹു അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്തിരുന്നു. വലിയ ദൗത്യങ്ങളാണ് അദ്ദേഹം ഭൂമിയിൽ പൂർത്തിയാക്കിയത്. അതിനാവശ്യമായ അറിവും മാധ്യമങ്ങളും പ്ലാനും യാത്രാ സൗകര്യങ്ങളും മറ്റാവശ്യമായ ഉപാധികളൊക്കെയും അള്ളാഹു അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്തു. ഫഅത്ബഅ സബബ, അപ്പോൾ അദ്ദേഹം ഉപാധികളെ മാർഗത്തെ പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പടയോട്ടം നടത്തി എന്നാണ്. ദുൽഖർനൈൻ പടിഞ്ഞാറോട്ട് പട നയിച്ചതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു സൗകര്യം നൽകിയപ്പോൾ അദ്ദേഹം ആ സൗകര്യത്തെ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ നിർവഹിച്ചു എന്നത് ഇതിലെ ഒരു പാഠമാണ്. അള്ളാഹു സൗകര്യങ്ങളാണ് നൽകുക. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പരമാവധി പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ സൈന്യത്തെയും കൊണ്ട് തൻ്റെ അധികാര ശക്തിയെയും കൊണ്ട് മുന്നേറി. ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസി, അങ്ങനെ അദ്ദേഹം സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ, ഹത്താ ഇദാ ബലഗ, അദ്ദേഹം എത്തുവോളം അദ്ദേഹത്തിൻ്റെ പടയോട്ടം യാത്ര തുടർന്നു. മഗ്രിബ ശംസി, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് പടിഞ്ഞാറ് ഭാഗത്ത് പശ്ചിമ ചക്രവാളത്തിൽ ഭൂമിയുടെ പടിഞ്ഞാറേ അറ്റത്ത് അദ്ദേഹത്തിന് എത്താൻ കഴിയുന്ന അത്ര അദ്ദേഹം സൈന്യവുമായി പടയോട്ടം നടത്തി എത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ നാട്ടിൽ നിന്ന് സൈന്യവുമായി പുറപ്പെട്ട് ഇറാഖ്, സിറിയ, തുർക്കി ഒക്കെ കീഴടക്കി ഈജിപ്തിലും ആധിപത്യം നേടി ജൈത്രയാത്ര അവസാനിച്ച സ്ഥലത്തിനാണ് ഭൂമിയുടെ പടിഞ്ഞാറേ അറ്റം എന്ന് പറയുന്നത്. അക്കാലത്ത് മനുഷ്യർ മനസ്സിലാക്കിയ ഭൂമിയുടെ പടിഞ്ഞാറേ അറ്റം അതായിരുന്നു. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ വജദഹ, അദ്ദേഹം അതിനെ കണ്ടു, സൂര്യനെ കണ്ടു, തഗ്റുബു, അത് അസ്തമിക്കുന്നതായിക്കൊണ്ട്, ഫി ഐനിൻ, ഒരു ജലാശയത്തിൽ, ഒരു കായലിൽ. ഈ ജലാശയത്തെ വിശേഷിപ്പിച്ചത് ഹമിഅത്തിൻ എന്നാണ്. ഫി ഐനിൻ ഹമിഅത്തിൻ. ഹമിഅത്തിൻ എന്ന് പറഞ്ഞാൽ ചൂടുള്ളത് എന്നും കറുത്തിരുണ്ടത് എന്നും അർത്ഥമുണ്ട്. ഇവിടെ കറുത്ത മണ്ണ് കൊണ്ട് ചെളി നിറഞ്ഞ ഒരു ജലാശയത്തിലാണ് സൂര്യൻ അസ്തമിക്കുന്നതായി അദ്ദേഹം കണ്ടത് എന്നാണ് പറയുന്നത്. കടൽ തീരത്ത് പോയാൽ കടലിൽ സൂര്യൻ അസ്തമിക്കുന്നതായി നമുക്ക് തോന്നുന്നത് പോലെ അദ്ദേഹം എത്തിയ പടിഞ്ഞാറ് ഭാഗത്തെ കറുത്ത ചെളിയാൽ ഇരുണ്ട ജലാശയത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതായി അദ്ദേഹം കണ്ടു. അങ്ങനെയുള്ള പടിഞ്ഞാറുള്ള ഒരു പ്രദേശത്ത് അദ്ദേഹം എത്തി എന്നാണ് സൂചിപ്പിക്കുന്നത്. വജദ ഇൻദഹ ഖൗമൻ, അവിടെ അതിനടുത്ത് ഒരു ജനസമൂഹത്തെ അദ്ദേഹം കണ്ടു. വജദ ഇൻദഹ, അതിനടുത്ത് അദ്ദേഹം കണ്ടു ഖൗമൻ, ഒരു ജനതയെ, ആ പ്രദേശത്തെയും ആ പ്രദേശത്തെ ജനങ്ങളെയും അദ്ദേഹം കീഴടക്കി തൻ്റെ അധികാരത്തിൽ കൊണ്ടുവന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഖുൽന, അപ്പോൾ നാം പറഞ്ഞു, യാ ദുൽഖർനൈൻ, ഓ ദുൽഖർനൈൻ. അപ്പോൾ ദുൽഖർനൈനോട് നാം പറഞ്ഞു. എന്താണ് അല്ലാഹു ദുൽഖർനൈനോട് പറഞ്ഞത്? ഇമ്മ അൻ തുഅദ്ദിബ, ഒന്നുകിൽ താങ്കൾക്ക് ഇവരെ ശിക്ഷിക്കാം, മർദ്ദിക്കാം ആ നാട്ടുകാരെ. വ ഇമ്മ അൻ തത്തഖിദ ഫീഹിം ഹുസ്ന, അല്ലെങ്കിൽ അവരോട് താങ്കൾക്ക് നന്മയുടെ നിലപാട് സ്വീകരിക്കാം,
താങ്കൾക്ക് അവരോട് നല്ല നിലയിൽ വർത്തിക്കാം. ഇവിടെ രണ്ട് കാര്യങ്ങളും വിശദീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, അള്ളാഹു ദുൽഖർനൈനിയോട് പറഞ്ഞു എന്ന് പറയുന്നത് എങ്ങനെയാണ് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞത്? അദ്ദേഹത്തോട് പറഞ്ഞത് വഹ്യ് മുഖേനയായിരുന്നു എന്ന് അഭിപ്രായമുള്ളവരാണ് അദ്ദേഹം ഒരു നബി കൂടിയായിരുന്നു എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിന് തോന്നിപ്പിച്ചതാവാം, അല്ലെങ്കിൽ അക്കാലത്തെ മറ്റു വല്ല പ്രവാചകന്മാർ മുഖേന അദ്ദേഹത്തെ അറിയിച്ചതാവാം എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മനോഗതം ഉളവാക്കി എന്നും, മനോഗതം ഉളവാക്കിയത് അള്ളാഹു ആയതുകൊണ്ട് അത് കൊല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞു എന്നുമാണ് മറ്റൊരു അഭിപ്രായം. ഏതായാലും അദ്ദേഹത്തിന് ആ ജനതയുടെ മേൽ അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യം അവരെ ശിക്ഷിക്കാനും അവരോട് നല്ല നിലയിൽ വർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമായിരുന്നു. ഇത് ഒരു രാജാവ് എന്ന നിലയ്ക്ക് തൻ്റെ കീഴിലുള്ള ജനതയിൽ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുവാനും, നന്മ ചെയ്യുന്നവരോട് നല്ല നിലയിൽ വർത്തിക്കുവാനും, അവരുടെ രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കുവാനും അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയതാവാം. അതല്ലെങ്കിൽ രാജാധികാരം പൂർണ്ണമായി നൽകുന്നതിലൂടെ ഈ ഭൂമിയിൽ തൻ്റെ കീഴിലുള്ള ജനങ്ങളോട് താൻ ഇച്ഛിക്കുന്നത് പോലെ പെരുമാറാനുള്ള സ്വാതന്ത്ര്യം നൽകിയതുമാവാം. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവരെ മർദ്ദിക്കണമെങ്കിൽ മർദ്ദിക്കാം, രക്ഷിക്കണമെങ്കിൽ രക്ഷിക്കാം. പക്ഷേ രാജാധികാരം ദുരുപയോഗപ്പെടുത്തിയാൽ, അനീതി ചെയ്യാൻ വേണ്ടി ദുരുപയോഗം ചെയ്താൽ അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറയേണ്ടതില്ലല്ലോ. രാജാധികാരം നൽകപ്പെട്ട പ്രവാചകന്മാരായിരുന്ന ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും തങ്ങളുടെ പ്രജകളുടെ മേൽ ഇതേ രീതിയിലുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരുന്നു എന്ന് ഖുർആൻ മറ്റു സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തോട് ദുൽഖർനൈൻ്റെ പ്രതികരണമാണ് അടുത്ത 2 ആയത്തുകളിൽ പറയുന്നത്. അത് പറയുന്നതോടുകൂടി ഇത് വ്യക്തമായി മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.